നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചരക്കു വിമാനത്തിൽ 1000 കിലോമീറ്റർ സഞ്ചരിച്ച മാർപ്പാപ്പ. വനിമോയിലെത്തിയത് 1 ടൺ മരുന്നും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുമായി. വ്യോമാക്രമണത്തെ പ്രതിരോധിച്ച് യുക്രൈൻ. റഷ്യയുടെ 67 ഡ്രോണുകളിൽ 58 എണ്ണം വെടിവെച്ചിട്ടു. ഗുസ്തി താരം ബജ്രംഗ് പുനിയയ്ക്ക് വധഭീഷണി. കോൺഗ്രസിൽ ചേർന്നതിനു പിന്നാലെയാണ് വിദേശ നമ്പറിൽ നിന്നും വാട്സാപ്പ് സന്ദേശം വന്നത്. നിരപരാധിയെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കണം. മുഖ്യമന്ത്രിക്ക് കത്തയച്ച് ADGP അജിത് കുമാർ. കിടപ്പ് രോഗികളായവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയും കുർബാനയും. മാതൃകയായി കൂവപ്പള്ളി SMYM യുവജന കൂട്ടായ്മ. വാർത്തകൾ വിശദമായി. പാപ്പുവ ന്യൂഗിനിയ സന്ദർശിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ രാജ്യത്തെ ഏറ്റവും പിന്നോക്ക മേഖലയായ വനിമോയിൽ ഇന്നലെ എത്തിയത് 1 ടൺ മരുന്നും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളുമായി. തലസ്ഥാനമായ പോർട്ട് മോറസ്ബിയിൽ നിന്ന് ഓസ്ട്രേലിയൻ വ്യോമസേനയുടെ C-130 വിമാനത്തിലാണ് മാർപ്പാപ്പ വനിമോയിലെത്തിയത്. നിരക്ഷരരും ദരിദ്രരുമായ 11,000 പേരാണ് തലസ്ഥാന നഗരിയിൽ നിന്നും 994 കിലോമീറ്റർ അകലെയുള്ള വനത്താലും സമുദ്രത്താലും ചുറ്റപ്പെട്ട വാനിമോയിലുള്ളത്. അർജന്റീനയിൽ നിന്നുള്ള നിരവധി മിഷണറിമാരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സ്ഥാപിച്ച് ഈ ദരിദ്ര ജനവിഭാഗങ്ങൾക്കിടയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. മേഖലയിലെ മിഷണറിമാരുമായി മാർപ്പാപ്പ ഇന്നലെ പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. വൈദ്യുതി വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന, പൈപ്പ് വെള്ളം ലഭ്യമല്ലാത്ത ഇവിടെ ദുരിതമനുഭവിക്കുന്നവർക്കായി മരുന്നും വസ്ത്രങ്ങളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഉൾപ്പെടെ 1 ടണ്ണോളം അത്യാവശ്യ സാധനങ്ങളും മാർപ്പാപ്പ കൊണ്ടുവന്ന് നൽകി. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പീഡിതരുമായ സ്ത്രീകളുടെ ഉന്നമനത്തിന് കത്തോലിക്ക സഭ പ്രത്യേക പരിഗണന നൽകണമെന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും മുൻവിധികളും മൂലം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് പ്രധാനമായും സ്ത്രീകളാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. ചടങ്ങുകളിലുടനീളം പാപ്പുവ ന്യൂഗിനിയയിലെ സ്ത്രീകളുടെ പരിതാപാവസ്ഥ മാർപ്പാപ്പ പ്രത്യേകം പരാമർശിച്ചു. 20,000-ഓളം പേർ മാർപ്പാപ്പയെ കാണാൻ പട്ടണത്തിലെ കത്തീഡ്രൽ മൈതാനത്ത് എത്തിയിരുന്നു. വാനിമോയിലേത് ചെറിയ വിമാനത്താവളമായതുകൊണ്ടും വീൽ ചെയർ ഉയർത്തുന്നതിനുള്ള ആംബ്യുലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടുമാണ് മാർപ്പാപ്പയ്ക്ക് ചരക്ക് വിമാനത്തിൽ സഞ്ചരിക്കേണ്ടി വന്നത്. സുന്ദരമായ പ്രകൃതിയാൽ അനുഗ്രഹീതമായ ഈ നാട്ടിൽ എല്ലാവരും വിഭാഗീയത വെടിഞ്ഞ് സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. 2.5 മണിക്കൂർ ജനങ്ങളോടൊപ്പം ചെലവഴിച്ച ശേഷം മാർപ്പാപ്പ പോർട്ട് മോസ്ബിയയിലേക്ക് മടങ്ങി. പോർട്ട് മോസ്ബിയയിൽ രാവിലെ 35,000 പേർ പങ്കെടുത്ത പൊതു കുർബാനയ്ക്ക് ശേഷമാണ് മാർപ്പാപ്പ വാനിമോയിലേക്ക് പോയത്. പാപ്പുവ ന്യൂഗിനിയയിലെ സന്ദർശനം പൂർത്തിയാക്കിയ മാർപ്പാപ്പ ഇന്ന് കിഴക്കൻ ടൈമൂറിലേക്ക് പോകും. സ്വതന്ത്ര രാജ്യമായ ശേഷം ഇവിടെ മാർപ്പാപ്പയുടെ സന്ദർശനം ആദ്യമാണ്. 1989-ൽ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇവിടം സന്ദർശിച്ചിരുന്നു. വാനിമോ സന്ദർശനത്തിന് ശേഷം തലസ്ഥാന നഗരിയിൽ മടങ്ങിയെത്തിയ മാർപ്പാപ്പ ഇന്ന് കിഴക്കൻ ടീമോറിലേക്ക് മടങ്ങും. 2 ദിവസത്തെ കിഴക്കൻ ടീമോർ സന്ദർശനത്തിന് ശേഷം 11-ന് മാർപ്പാപ്പ സിംഗപ്പൂരിലെത്തും. 13-ന് വത്തിക്കാനിലേക്ക് മടങ്ങും. മുഖ്യമന്ത്രിക്ക് കത്തയച്ച് ADGP MR അജിത് കുമാർ. തനിക്കെതിരായ ആരോപണങ്ങളിലെ അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ കേസെടുക്കണമെന്നാണ് കത്തിൽ ADGP MR അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവാദങ്ങളുണ്ടായ ശേഷം ADGP MR അജിത് കുമാർ അയക്കുന്ന 2ാമത്തെ കത്താണിത്. നേരത്തെ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും അജിത് കുമാർ കത്ത് നൽകിയിരുന്നു. അജിത് കുമാറിന്റെ കത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘമുണ്ടാക്കി അന്വേഷണം നടത്തുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ADGPയുടെ കത്തിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. വിവാദങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണിപ്പോൾ വീണ്ടും അജിത് കുമാർ കത്തയച്ചിരിക്കുന്നത്. തന്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാരിന് കേസെടുക്കാനാകുമെന്നും അത്തരമൊരു നടപടി ഉണ്ടാകണമെന്നുമാണ് അജിത് കുമാറിന്റെ ആവശ്യം. അതേസമയം ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറും RSS നേതാവ് റാം മാധവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ദുരൂഹത ഏറുന്നു. ADGPയുമായി ചർച്ചയ്ക്ക് പോയതിൽ ബിസിനസ്സുകാരുമുണ്ടെന്നാണ് സൂചന. ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന മലയാളിയാണ് ഒപ്പമുണ്ടായിരുന്നതെന്നാണ് സൂചന. കണ്ണൂർ സ്വദേശി കൂടിയായ ഈ ബിസിനസ്സുകാരനൊപ്പം ADGP എന്തിന് RSS നേതാവിനെ കണ്ടു എന്നതിലാണ് ദുരൂഹത നിലനിൽക്കുന്നത്. കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമാണ് ADGP MR അജിത് കുമാർ RSS നേതാവ് റാം മാധവ് കൂടിക്കാഴ്ച നടന്നത്. തലസ്ഥാനത്ത് നടന്ന RSSന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് കൂടിക്കാഴ്ച നടന്നത് എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസേബാലയുമായി നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമായതിനു പിന്നാലെയാണ് റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തുവന്നത്. സുഹൃത്തിന്റെ ക്ഷണപ്രകാരം നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്നാണ് ദത്താത്രേയ ഹൊസേബാലയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ നൽകിയ വിശദീകരണം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ച നടത്താൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ ആഴ്ച മോസ്കോയിലേക്ക് പോകുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
കഴിഞ്ഞ 2 മാസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയും യുക്രൈനും സന്ദർശിക്കുകയും വ്ളാഡിമിർ പുടിൻ, വ്ളാഡിമിർ സെലൻസ്കി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പിന്നാലെയാണ് ഡോവലിനെ അയക്കാൻ തീരുമാനമുണ്ടായത്. കീവ് സന്ദർശനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഫോണിൽ അറിയിച്ചതായി റഷ്യൻ എംബസി പ്രസ്താവനയിൽ പറഞ്ഞു. രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ ഒത്തുതീർപ്പ് കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഊന്നിപ്പറയുകയും ചെയ്തു. പുടിനുമായി സംസാരിച്ചതിന്റെ ഫലമാണ് NSA തലവൻ അജിത് ഡോവൽ സമാധാന ചർച്ചകൾക്കായി മോസ്കോയിലേക്ക് അയക്കാൻ തീരുമാനിച്ചതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം സന്ദർശനത്തിന്റെ ഷെഡ്യൂൾ സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് മോദിയും പുടിനും ഫോണിൽ സംസാരിച്ചെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഘർഷം അവസാനിപ്പിക്കാനും സ്ഥിരവും സമാധാനപരവുമായ പരിഹാരം കാണാൻ പ്രായോഗികവുമായ ഇടപെടലിന്റെ പ്രാധാന്യം മോദി വ്യക്തമാക്കിയെന്നും PMO പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. റഷ്യ യുക്രൈൻ സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിലാണ് ഡോവലിന്റെ സന്ദർശനം. റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണത്തെ പ്രതിരോധിച്ചതായി യുക്രൈൻ അറിയിച്ചിരുന്നു. 67 ഡ്രോണുകളിൽ 58 എണ്ണം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ടു. കീവിൽ പാർലമെന്റ് മന്ദിരത്തിന് സമീപം ഡ്രോണുകളുടെ അവശിഷ്ടം കണ്ടെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഏതാനും ദിവസം മുമ്പ് യുക്രൈന്റെ പടിഞ്ഞാറൻ നഗരമായ ലിവിവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത നാശമുണ്ടായി. റഷ്യയുടെ വ്യോമാക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. 40-ലേറെ പേർക്ക് പരിക്കേറ്റെന്നും 50-ലേറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായെന്നുമാണ് റിപ്പോർട്ട്. സ്നേഹം, ബഹുമാനം, വിനയം എന്നിവ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതായിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ യുവ സന്ദർശനത്തിൽ ഡാലസിലെ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ എന്നത് ഒറ്റാശയമാണെന്നാണ് RSS വിശ്വസിക്കുന്നത്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യ എന്നത് അനവധി ആശയങ്ങൾ ഉൾച്ചേർന്നതാണെന്നാണ്. ജാതി, ഭാഷ, മതം, ആചാരം, ചരിത്രം എന്നിവയ്ക്കുപരിയായി ഓരോ വ്യക്തിക്കും ഇടം നൽകണമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തെത്തി. നിമിഷങ്ങൾക്കകം BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആർക്കും ഭയമില്ലാതായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതൊന്നും രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ വലിയ നേട്ടങ്ങളല്ല. ഇത് ജനാധിപത്യത്തെ തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ ജനങ്ങളുടെ വലിയ നേട്ടമാണ്. തങ്ങളുടെ ഭരണഘടന ആക്രമിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നവരുടെ നേട്ടമാണെന്നും രാഹുൽ പറഞ്ഞു. ത്രിദിന സന്ദർശനത്തിനായി ഞായറാഴ്ചയാണ് രാഹുൽ ഗാന്ധി ഡാൽസിലെത്തിയത്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിത്രോദയും ഇന്ത്യൻ സമൂഹാംഗങ്ങളും ചേർന്നാണ് രാഹുലിനെ സ്വീകരിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലെത്തുന്നത്. ഡാലസ്, ടെക്സസ്, വാഷിംഗ്ടൺ എന്നിവിടങ്ങളിലാണ് സന്ദർശനം. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പ്രതിനിധികൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു. ഊഷ്മള സ്വീകരണത്തിന് രാഹുൽ നന്ദി പറഞ്ഞു. സന്ദർശനത്തിനിടെ നടക്കുന്ന ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഉപകരിക്കുമെന്നും ഇതിനായി കാത്തിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ടെക്സസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി സംവദിക്കും. ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർ, ബിസിനസ്സുകാർ, രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, വിദ്യാഭ്യാസ വിദഗ്ധർ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായി രാഹുൽ ആശയവിനിമയം നടത്തുമെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് തലവൻ സാം പിത്രോദ പറഞ്ഞു. നടിയുടെ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിൽ നടനും MLAയുമായ മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിൽ അന്വേഷണ സംഘത്തിന് കടിഞ്ഞാണിട്ട് സർക്കാർ. മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള എറണാകുളം സെഷൻസ് കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നത് സർക്കാർ വിലക്കി. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ. ഹൈക്കോടതിയെ സമീപിക്കേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയ നിർദ്ദേശം. മുൻകൂർ ജാമ്യത്തിനെതിരെയുള്ള അപ്പീൽ ഹർജി തയ്യാറാക്കിയിരുന്നു. ഇതിനിടെയാണ് സർക്കാരിന്റെ അസാധാരണ ഇടപെടലുണ്ടായത്. മുകേഷിന്റെ കേസിൽ അപ്പീൽ നൽകണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. മുകേഷിന്റെ കാര്യത്താൽ അപ്പീൽ അനുമതിയില്ലെങ്കിൽ ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യത്തിലും അപ്പീൽ നൽകില്ല. സർക്കാർ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമാണ് SIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നത്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്ന നിലപാടിലാണ് SIT. ഇത് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകാനിരിക്കെയാണ് സർക്കാർ വിലക്കുന്നത്. നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുകേഷിനും നടൻ ഇടവേള ബാബുവിനും സെപ്റ്റംബർ 5-നാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എറണാകുളം സെഷൻസ് കോടതിയായിരുന്നു ജാമ്യം അനുവദിച്ചത്. കേരളം വിടരുത്, അന്വേഷണവുമായി സഹകരിക്കണം എന്നീ ഉപാധികളോടെയാണ് മുകേഷിനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സത്യം തെളിയിക്കാനുള്ള യാത്രയിൽ ആദ്യപടി കടന്നെന്നാണ് മുകേഷിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചത്. ബലാത്സംഗം ചെയ്തെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി കെട്ടുകഥയെന്നായിരുന്നു മുകേഷിന്റെ വാദം. 15 വർഷങ്ങൾക്കു ശേഷം പരാതിയുമായി വന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നും തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും
ബ്ലാക്ക്മെയിൽ ശ്രമം നടത്തിയെന്നും മുകേഷ് പറഞ്ഞിരുന്നു. താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് ഇടവേള ബാബുവിനെതിരായ കേസ്. അതേസമയം ബലാത്സംഗ കേസിൽ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം 13-ന് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. അന്നേ ദിവസം മറുപടി നൽകാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെ ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് BJP എംപിയുടെ കത്ത്. ബംഗാളിലെ പുരുലിയയിൽ നിന്നുള്ള ലോക്സഭാ എംപിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ജ്യോതിർമയ് സിംഗ് മഹതോയാണ് ED ഡയറക്ടർക്ക് കത്ത് നൽകിയത്. പ്രിൻസിപ്പാലായിരിക്കെ സന്ദീപ് ഘോഷ് നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് ജ്യോതിർമയ് സിംഗ് മഹത്തോ അഭിപ്രായപ്പെട്ടു. നിലവിൽ CBIയും EDയും അന്വേഷിച്ചു വരുന്ന കേസാണിത്. ബംഗാളിലെ ആരോഗ്യമേഖലയിൽ വ്യാപകമായ അഴിമതിയും അധികാര ദുർവിനിയോഗവും നടക്കുന്നതായി തെളിവുകൾ വ്യക്തമാക്കുന്നുവെന്ന് BJP MP ട്വീറ്റ് ചെയ്തു. ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ സെമിനാർ ഹാളിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഉത്തരവിട്ടിരുന്നു. സന്ദീപ് ഘോഷ് ഒപ്പുവെച്ച ഉത്തരവ് തെളിവുകൾ ഇല്ലാതാക്കാനാണോ എന്ന സംശയം ഉയർത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പിലെ ഉന്നതരുടെ അറിവില്ലാതെ ഇത് നടക്കില്ലെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും മഹത്തോ കത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എന്ന നിലയിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് പുറത്തുവരുന്ന ക്രമക്കേടുകളിൽ മമതയും ഉത്തരവാദിയാണ്. സന്ദീപ് ഘോഷുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മമതയുടെ രാജി നിർണായകമാണ്. സന്ദീപ് ഘോഷ് ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്നതിൽ മമതയുടെ പങ്ക് നിഷേധിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ആർജിക്കറിൽ ഓഗസ്റ്റ് 9-നാണ് ട്രെയിനി ഡോക്ടർ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ച ശേഷമായിരുന്നു കൊൽക്കത്ത പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായത്. ഡോക്ടറുടെ മാതാപിതാക്കളെ മൃതദേഹം കാണിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. ഇതോടെ കേസ് അട്ടിമറിക്കാൻ പോലീസ് ഇടപെടൽ നടത്തിയെന്ന ആരോപണമുയർന്നു. ഡോക്ടർക്ക് നീതി തേടി രാജ്യവ്യാപകമായി പ്രതിഷേധം അലയടിച്ചു. ഒടുവിൽ കേസ് CBIക്ക് വിട്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. കേസിൽ CBI അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയ് മാത്രമാണ് CBIയുടെയും പ്രതിപട്ടികയിലുള്ളത്. കേസിൽ CBI ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. മുൻ ഗുസ്തി താരവും കിസാൻ കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനുമായ ബജ്രംഗ് പുനിയയ്ക്ക് വധഭീഷണി. വിദേശ ഫോൺ നമ്പറിൽ നിന്ന് വാട്സാപ്പിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് വധഭീഷണി ഉണ്ടായത്. ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയ്ക്കൊപ്പം കോൺഗ്രസിൽ ചേർന്നിരുന്നു. ദില്ലി AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ഇരുവരും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ശേഷം വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന ആഗ്രഹം അടുപ്പമുള്ളവരോട് വിനേഷ് പങ്കുവച്ചിരുന്നു. കർഷക പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ട് പങ്കെടുത്തതും ചർച്ചയായിരുന്നു. അതേസമയം ഹരിയാനയിൽ സീറ്റ് വിഭജനത്തിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള ചർച്ച കോൺഗ്രസ് തുടരുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് കൈകൊടുക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യമില്ലെങ്കിലും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ചദ്ധയുമായും 3 വട്ടം ചർച്ച നടത്തിയിരുന്നു. 90-ൽ 10 സീറ്റ് വേണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. 7 വരെ ആകാമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇന്ത്യൻ കോൺഗ്രസിന്റെ ബിഗ് ഡേ ആണെന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. വിനേഷിന് 9 വയസ്സുള്ളപ്പോൾ അച്ഛൻ വെടിയേറ്റ് മരിച്ചതാണെന്നും വിനേഷിന്റെ ധൈര്യമാണ് അവരെ ഇവിടെ വരെ എത്തിച്ചതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വിനേഷിന്റെ മെഡൽ നഷ്ടമാണ് അടുത്ത ഏറ്റവും വലിയ നഷ്ടം. രാജ്യത്തിന് ഇവരുടെ ജീവിതയാത്ര അറിയാം. ആത്മാഭിമാനവും മര്യാദയും ഉയർത്തിപ്പിടിച്ച് ഗുസ്തി ഫെഡറേഷനെതിരായ സമരം നയിച്ചവരാണിവർ. രാജ്യം ഇവരോടൊപ്പം നിന്നു. ഇവർ കർഷകർക്കൊപ്പം നിന്നു. സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചു. കോൺഗ്രസിന് അഭിമാന നിമിഷമാണിത്. പല താരങ്ങളും പല പാർട്ടികളിലുണ്ടെന്നും അതെല്ലാം ഗൂഢാലോചനയാണോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. വിനേഷും പുനിയയും കോൺഗ്രസിൽ ചേരുന്നതിനെ ബ്രിജ്ഭൂഷൺ വിമർശിച്ചിരുന്നു. സത്യം ഇവിടെയാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഇരുവരും കോൺഗ്രസിൽ ചേർന്നതെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. രാജിക്ക് ശേഷം വിനേഷിന് റെയിൽവേ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന ചിത്രം പത്രങ്ങളിൽ കണ്ടാണ് നോട്ടീസ് അയച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വാർത്തകളിലുണ്ടെന്ന് നോട്ടീസിലുണ്ട്. പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് കുറ്റകൃത്യമാണോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. കിടപ്പ് രോഗികളായ വയോജനങ്ങൾക്ക് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന കാണുവാനുള്ള സൗകര്യം ഒരുക്കി നൽകി കാഞ്ഞിരപ്പള്ളി രൂപത പൂവപ്പള്ളി സെന്റ് ജോസഫ് ചർച്ച് SMYM യുവജന കൂട്ടായ്മ.
വർഷങ്ങളായി പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന സംബന്ധിക്കുവാൻ കഴിയാതിരുന്നവർക്ക് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പള്ളിയിൽ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും സജ്ജീകരിക്കുകയായിരുന്നു. സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ മാത്യു പുതുമന കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 36 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ബൈബിളിലെ ഈ തിരുവചനത്തിൻ്റെ ഒരു പടിയും കൂടി കടന്നാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ സെൻറ്റ് ജോസഫ് ദേവാലയം കൂവപ്പള്ളിയിലെ SMYM യുവജനങ്ങൾ ബൈബിളിലെ ഈ തിരുവചനത്തിൻ്റെ ഒരു പടിയും കൂടി കടന്നാണ് ഇന്നൊരു മഹനീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. തങ്ങളുടെ ഇടവകയിലെ രോഗികളും കിടപ്പ് രോഗികളുമായി വർഷങ്ങളായി ദേവാലയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാത്തവരെ ഇന്നവർ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ ദേവാലയത്തിൻ്റെ അകം രോഗികളാൽ നിറയുന്നു. അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയും സ്നേഹവിരുന്നും സ്നേഹസംഗമവും ഒരുക്കുന്നു. വളരെ മനോഹരമായ മഹനീയമായ കാരുണ്യത്തിൻ്റെ ഒരു മുഖമായ ഈ ഒരു പ്രവൃത്തി ഇന്ന് നമ്മളിവിടെ കാണുകയാണ്. പിതാവിനെ വാഴ്ത്തിടാൻ നൽകി കന്യാമറിയത്തെ തൻ പ്രിയ സുതനികമാതാവായി കുരിശിൻ സവിധെ നിൽക്കുമ്പോൾ നരവംശത്തിനു മാതാവായി മിശിഹാനാഥൻ നൽകുകയാൽ അൻപോടു കന്യാമറിയത്തെ കൂവപ്പള്ളി സെൻറ്റ് ജോസഫ് ചർച്ച് വികാരിയായ ഫാദർ മാത്യു പുതുമനച്ചനാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. അച്ഛാ, വലിയൊരു അനുഗ്രഹീതമായൊരു സമയം ഇപ്പോൾ കടന്നുപോയി. നിരവധി വർഷങ്ങളായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് പോലും വരാൻ സാധിക്കാത്ത പലർക്കും ഇന്ന് അതിന് സാധിച്ചു. എന്ത് തോന്നുന്നു, എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? ഇപ്പോഴാണ് സത്യത്തിൽ വളരെ വലിയൊരു അനുഭവമായിട്ട് തോന്നുന്നത്. കാരണം ഇപ്പോഴേ പുറത്തിറങ്ങിയ ഈ രോഗികൾ, അവരുടെ മുഖഭാവം, അവരുടെ സന്തോഷം, അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെ സന്തോഷം ഒക്കെ കാണുമ്പോൾ ഹൃദയം നിറയുകയാണ്. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ മേലാത്ത ഒന്നായിട്ടാണ് അവരെല്ലാം പങ്കുവെച്ചത്. ഇപ്പോഴൊന്നും പോകാതിരിക്കുകയാണ്, ഒട്ടും മേല, 1 മണിക്കൂർ പിടിച്ചിരിക്കാൻ മേല എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ ഇതേ മണിക്കൂറുകളായിട്ടും ഇവിടെ തന്നെയുണ്ട്. അത്ര വലിയ സന്തോഷത്തിലാണ് ഇവർ. ഇത് സത്യത്തിലൊരു ദൈവാനുഗ്രഹമാണ്. ദൈവം ഇറങ്ങി പ്രവർത്തിച്ച വലിയൊരു അവസരമാണ് ഇത്. വലിയൊരു അനുഗ്രഹീതമായൊരു നിമിഷമാണ് ഇപ്പോൾ ഈ ഒരു സെൻറ്റ് ജോസഫ് ചർച്ച് കാഞ്ഞിരപ്പള്ളിയിലെ സെൻറ്റ് ജോസഫ് ചർച്ച് കൂവപ്പള്ളിയിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ ഇടവയിൽ തന്നെ ഏറ്റവും പ്രായം ചെന്ന അമ്മയാണ്. 102 വയസ്സ് അല്ലേ? അമ്മച്ചിയുടെ പേരൊന്ന് പറഞ്ഞ്. അച്ഛമ്മ. അതെ, അമ്മ പേര് റോസമ്മ. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? എന്തോ എത്ര വയസ്സുണ്ട്? എനിക്ക് 102 വയസ്സുണ്ടല്ലേ? ഇപ്പൊ എവിടെയാണ് പള്ളിയിലാണ് കണ്ടു നിൽക്കുകയാണ്. അതിന്റെ അനുഭവമാണ്. സന്തോഷമായോ? ഇന്ന് കുമ്പസാരിച്ചില്ല, നേരത്തെ കുമ്പസാരിച്ചതൊക്കെ. സന്തോഷമായി. 1 വർഷത്തിന് ശേഷമല്ലേ കുർബാന കാണുന്നേ?
അല്ല ഞാൻ വീട്ടിൽ കുർബാന കാണും. മകനൊന്ന് അച്ഛനുണ്ട്, അത് വരുമ്പോൾ ചൊല്ലും. ചെല്ലും. അങ്ങനെ കുർബാന വീട്ടിൽ ചൊല്ലുകയും ചെയ്യും. അല്ലാതെ വേറെ ഇവിടുന്ന് അച്ഛനെ കൊണ്ടുപോയി ചൊല്ലിക്കും. ഇന്നിപ്പോ പള്ളിയിൽ വന്നിരിക്കുകയാണ്. അച്ഛൻ നേരിട്ട് കുർബാന തന്നു, പ്രാർത്ഥിച്ചു. സന്തോഷമായി അല്ലേ? വലിയൊരു അനുഭവമായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും യുവജനങ്ങളെ സംബന്ധിച്ചും അതുപോലെ രോഗികളായ അവരെ സംബന്ധിച്ചും തീർച്ചയായും അനുഗ്രഹപ്രദമായ ഒരു നിമിഷമായിരുന്നു ഇത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്കായിട്ട് വിശ്വാസം പകർന്നു നൽകിയവർ നമ്മുടെ കാരണവന്മാരാണ്. പണ്ട് കാലങ്ങളിലൊക്കെ പള്ളിമണി അടിക്കുമ്പോഴേ കുട്ടികളെയെല്ലാം അടുത്ത് വിളിച്ച് ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥന, ജപമാലയൊക്കെ ചൊല്ലിയിരുന്ന ഒരു കുടുംബ പ്രാർത്ഥന ചൊല്ലിയിരുന്ന ഒരു പൈതൃകമുണ്ടായിരുന്നു, പാരമ്പര്യമുണ്ട്. അതിലേക്ക് മടങ്ങിപ്പോകുവാനൊക്കെ ഒരു അവസരം കൂടിയാണ് ഇത്. അതുപോലെ നമ്മളിപ്പോൾ ഈ ദേവാലയത്തിലായിരിക്കുന്നത് അവർ തങ്ങൾക്ക് ലഭിച്ച വിശ്വാസം നമുക്ക് പകർന്ന് തന്നതുകൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കുക, അതുപോലെ അവരുടെ വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള ഏറ്റവും വലിയ അവസരമായ വിശുദ്ധ കുർബാനയിൽ അവരെ പങ്കുകൊള്ളുവാനായിട്ട് അവരെ സഹായിക്കുക എന്നത് യുവജനങ്ങളുടെയും അതുപോലെ ഓരോ ഇടവകക്കാരുടെയും ഒരു കർത്തവ്യമാണ്. ഞങ്ങളുടെ പള്ളിയുടെ 75ാം ഡയമണ്ട് ജൂബിലി വർഷമാണിത്. അപ്പം ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഞങ്ങൾ ഇടവകയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ആശയം ഞങ്ങളുടെ മനസ്സിൽ വന്നത്. കാരണം പള്ളി പണിയാനായിട്ടൊക്കെ സഹകരിച്ച് ഒത്തിരി ആളുകളുണ്ട്. അവർ വർഷങ്ങളായിട്ട് പള്ളി കുർബാനയ്ക്ക് വരാനൊക്കെ സാധിക്കാതെ വരുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 32 കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മയിൽ ഞങ്ങൾ ലിസ്റ്റ് എടുത്തപ്പോൾ 65ഓളം പേര് നമുക്ക് കിടപ്പ് രോഗികളായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു. അവർക്ക് വളരെ പോസിറ്റീവായിട്ടൊരു സമീപനമായിരുന്നു അവരുടെ വീട്ടുകാർക്കും എല്ലാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരാനൊരു ആശയം ഞങ്ങൾ അവരോട് പ്രസന്റ് ചെയ്തു. അതിൻ്റെ ബില്ലിംഗായി 64ഓളം പേര് ഇവിടെ വന്നു. റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണത്തെ പ്രതിരോധിച്ചതായി യുക്രൈൻ. 67 ഡ്രോണുകളിൽ 58 എണ്ണം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ടു. കീവിൽ പാർലമെന്റ് മന്ദിരത്തിനു സമീപം ഡ്രോണുകളുടെ അവശിഷ്ടം കണ്ടെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഏതാനും ദിവസം മുൻപ് യുക്രൈന്റെ പടിഞ്ഞാറൻ നഗരമായ ലിവിവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചതായും 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടതായും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വ്യോമാക്രമണത്തിൽ 40-ലേറെ പേർക്ക് പരിക്കേറ്റെന്നും 50-ലേറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായെന്നുമാണ് റിപ്പോർട്ട്. ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച് പുലർച്ചെയായിരുന്നു റഷ്യൻ ആക്രമണം. അതിനു മുമ്പ് പോൾട്ടാവയിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ 50-ലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത്. 180-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ ആക്രമണത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരത്തെ രംഗത്തെത്തിയിരുന്നു. പോൾട്ടാവയിലെ വിദ്യാഭ്യാസ സ്ഥാപനവും സമീപത്തെ ആശുപത്രിയുമാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് സെലൻസ്കി ടെലഗ്രാം വീഡിയോയിലൂടെ പറഞ്ഞത്. ഖർക്കീവിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ആക്രമിക്കപ്പെട്ടത്. ഇതുവരെ യുദ്ധത്തിന്റെ ഭീകരത കടന്നു ചെല്ലാത്ത നഗരമായിരുന്നു ഇത്. 500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കെൽപ്പുള്ള ഇസ്കന്ദർ എന്ന ബാലിസ്റ്റിക് മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് അനുമാനമെന്നും സെലൻസ്കി പറഞ്ഞു. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്ക് ജോർദാൻ അതിർത്തിയിലുണ്ടായ വെടിവെപ്പിൽ 3 ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജോർദാനും വെസ്റ്റ് ബാങ്കിനുമിടയിലുള്ള ഏക ഔദ്യോഗിക ചെക്ക് പോസ്റ്റായ LNB പാലത്തിലായിരുന്നു സംഭവം. ജോർദാൻ ഭാഗത്തു നിന്ന് ട്രക്കിലെത്തിയ അക്രമി പുറത്തിറങ്ങി വെടിയുതിർക്കുകയായിരുന്നു. അക്രമിയെ വകവരുത്തിയതായി ഇസ്രായേൽ സേന അറിയിച്ചു. ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് വരുന്ന വാഹനങ്ങൾ പരിശോധനയ്ക്കായി സാധനങ്ങൾ ഇറക്കുന്ന സ്ഥലത്താണ് വെടിവെപ്പുണ്ടായത്. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഭാഗത്തേക്ക് വന്ന അക്രമി 3 തവണ വെടിയുതിർക്കുന്നതിന്റെയും ഇസ്രായേൽ സുരക്ഷാ ഭടന്മാർ ഇയാളെ വെടിവെച്ച് കൊല്ലുന്നതിന്റെയും വീഡിയോ പുറത്തുവന്നു. മരിച്ച ഇസ്രായേലികൾ 50-നു മുകളിൽ പ്രായമുള്ളവരാണ്. സംഭവത്തിന് പിന്നാലെ ജോർദാന്റെ ഭാഗത്തെ അതിർത്തി അടച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ജോർദാൻ അറിയിച്ചു. കരമാർഗം ജോർദാനിലേക്കുള്ള എല്ലാ വഴികളും ഇസ്രായേലും അടച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.